ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ് കേട്ടോ. FBയിലായിട്ടോ ഇൻസ്റ്റയിലായിട്ടൊക്കെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടാതെ ഞാൻ മ്യൂസിക് യൂസ് ചെയ്യുന്നത് എന്നതാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അതിനു മുന്നായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അതും കൂടെ പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇനിയും ഇടുന്ന പുതിയതായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള പാട്ട് നമ്മുടെ വീഡിയോയിൽ വെക്കുന്നത് എങ്ങനെയാണ് അല്ലേ, കോപ്പിറൈറ്റ് കിട്ടാതെ, അതല്ലേ നമുക്കിപ്പോൾ വേണ്ടത്. അപ്പം ഞാൻ ഇതിന് മുന്നേ കുറേ ആയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊന്നും റെഡി ആയില്ല. 2 കോപ്പിറൈറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് എൻ്റെ മനസ്സിലൊരു മ്യൂസിക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പാട്ടുണ്ടാവും, പക്ഷെ അത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ഏതെങ്കിലും ഒരു മ്യൂസിക്കിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ വെച്ചിട്ട് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കുറേ യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷേ എനിക്കതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് ഒരു ചാനലിൽ കണ്ടത്. അപ്പോൾ ആ ചേട്ടൻ പറയുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കത് യൂസ്ഫുൾ ആയിട്ടോ. കാരണം ഞാനിപ്പോൾ ഒരുവിധം അങ്ങനെയാണ് എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏത് പാട്ടാണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇൻഷോട്ടിൽ പോവാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻഷോട്ടാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്പായിരിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഏതാണോ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പ് അതിൽ ജസ്റ്റ് നമ്മളൊന്ന് പോയിട്ട് നമ്മൾ വീഡിയോ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇടാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്തേക്കാണല്ലോ നമ്മൾ ഈ മ്യൂസിക് കൊടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ മ്യൂസിക്കും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നമ്മൾ ആ മ്യൂസിക്കിൽ സ്പീഡിൻ്റെ കൺട്രോൾ നമുക്ക് എങ്ങനെയാണ് വേണ്ടത്, കുറയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക, കൂട്ടുകയാണെങ്കിൽ ഒന്ന് കൂട്ടുക. അത് നമ്മുടേതായ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ പാട്ടിൻ്റെ കുറച്ച് കട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് ലെവലാക്കി എടുക്കുക. അതായത് നമ്മൾ ആ പാട്ടിന് മൊത്തത്തിലായിട്ട് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാകത്തില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ നേരെ പോയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് അൺഡിസ്റ്റർബ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുക. കാരണം നേരെ നമ്മൾ പോയിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ കോപ്പിറൈറ്റ് അടിക്കും. അതിന് പകരം നമ്മൾ അൺലിസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് കാണിക്കും നമ്മുടെ കോപ്പിറൈറ്റ് ആണെങ്കിൽ അങ്ങനെ പറഞ്ഞ് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ് വരും. അങ്ങനെയാണെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഞാൻ അങ്ങനെയായിരുന്നു ഫസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ചെയ്യുവാണെങ്കിൽ ഈ ഒരു മെത്തേഡിലൂടെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഞാൻ പാട്ടിടാറ്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക. കമൻറ്റ് ബോക്സിൽ യൂസ്ഫുൾ ആയോ എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.